പാലക്കാട് വാളയാറിൽ കാട്ടാനയാക്രമണം. കൃഷിസ്ഥലത്തിറങ്ങിയ വ്യക്തിയെ കാട്ടാന ചവിട്ടി. ആക്രമണത്തിൽ വാളയാർ സ്വദേശി വിജയന് പരുക്കേറ്റു. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രസാദ്, എപ്പോഴായിരുന്നു ആക്രമണം? ഈ പരുക്കേറ്റ ആളുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചോ? ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാളയാർ വാദ്യാർചള്ള സ്വദേശി വിജയൻ അദ്ദേഹം കൃഷിസ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന കാട്ടാന ഇയാൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിജയനെ തൃശ്ശൂരിൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെയും ഈ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. ഒറ്റയാനാണ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെയും കൃഷിസ്ഥലത്തിറങ്ങിയ കാട്ടാനയെ പിന്നീട് നാട്ടുകാരും വനംവകുപ്പും ചേർന്നാണ് കാട് കയറ്റിയത്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇന്നലെയും കാട്ടാന ഇറങ്ങിയിരുന്നു. ആ പ്രദേശത്ത് തന്നെ ചുള്ളിമട, വാദ്യാർചള്ള തുടങ്ങി വാളയാറിന്റെ മേഖലകളിലും കഞ്ചിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുമാണ് കാട്ടാന ഇറങ്ങിയത്. ഇന്നലെയും കാട്ടാന ഇറങ്ങി സമയത്താണ് ഈ വിജയൻ ഇന്ന് കൃഷിസ്ഥലത്തേക്ക് പോയ സമയത്ത് ആനയുടെ മുന്നിൽ അകപ്പെടുന്നതും ആക്രമണത്തിനിരയാകുകയും ചെയ്തിട്ടുള്ളത്. പരിക്കേറ്റിട്ടുള്ള വിജയനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രസാദ്, ഇത് ഇത്തരത്തിൽ ഈ കാട്ടാന സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സ്ഥലമാണോ? അത്തരത്തിലൊരു ഭീതി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണോ? സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യമുണ്ട്. ഇവിടെ മാത്രമല്ല, വാളയാർ, കഞ്ചിക്കോട്, മലമ്പുഴ, ധോണി ആ മേഖലകളിലെല്ലാം മലയോര മേഖലകളാണ്. ആ മേഖലകളിലെല്ലാം തന്നെ കാട്ടാന ശല്യം രൂക്ഷമാണ്. കഞ്ചിക്കോടെല്ലാം കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി കാട്ടാനക്കൂട്ടം സംഭടിച്ചിരുന്നു. ഇതിപ്പോൾ ഒരു ഒറ്റയാനാണ് കഴിഞ്ഞ 2-3 ദിവസമായി ഇവിടെ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. PT5 എന്ന് വനംവകുപ്പ് മാർക്ക് ചെയ്തിട്ടുള്ള കാട്ടാനയാണ് ആ പ്രദേശങ്ങളിൽ ഇറങ്ങിയത്. ഇത് ഏതാനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും ഒറ്റയാനാണ് ഇറങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. വിജയൻ എല്ലാ ദിവസവും കൃഷിസ്ഥലത്ത് ഇത്തരത്തിൽ പോകുന്നതാണ്. കാട്ടാന ഇറങ്ങിയിട്ടുണ്ടോ, കൃഷി നശിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി കൃഷിസ്ഥലത്ത് പോകുന്നതാണ്. അങ്ങനെയാണ് ഈ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടുന്നത്. ഇന്നലെ ചുള്ളിമട സ്വദേശി ശങ്കരൻ അദ്ദേഹവും ഇതുപോലെ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടിരുന്നു. അത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കഞ്ചിക്കോട് നഷ്ടപ്പെട്ടതുപോലെ കഞ്ചിക്കോട്, വാളയാർ, ചുള്ളിമട പ്രദേശങ്ങളെല്ലാം തന്നെ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇതിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ കാട്ടാന ഇറങ്ങുന്ന വനമേഖല തൊട്ടടുത്ത വനമേഖലയായതുകൊണ്ട് തന്നെ കാട്ടാന ഇറങ്ങുന്ന സമയത്ത് പുറത്ത് ആറാട്ടിയും അതോടൊപ്പം തന്നെ നാട്ടുകാരും കൂടി ശ്രമിച്ചാണ് ഇതിനെ കാട് കയറ്റാറുള്ളത്. പക്ഷെ പിന്നീട് വീണ്ടും മണിക്കൂറുകൾക്കകം വീണ്ടും അത് കൃഷിസ്ഥലത്തേക്കും ജനവാസ മേഖലയിലേക്കും തിരിച്ചിറങ്ങി വരുന്നു എന്നുള്ളതാണ്. പുലർച്ചെ വരെ കാട്ടാനയെ ഓടിച്ചിരുന്നു. അത് വീണ്ടും കാട്ടാന അവിടെ ഇറങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിജയനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അയാളെ ഇപ്പോൾ തൃശ്ശൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ഥിരമായി കാട്ടാന ഭീതി നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കാട്ടാന ഇത്തരത്തിൽ ഇറങ്ങിയതും കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങിയ ആളെ പരിക്കേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. തൃശ്ശൂരിലെ ആശുപത്രിയിലേക്ക് പരിക്കേറ്റ ആളെ മാറ്റി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.